ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഒരു ഈവനിങ് ടൈമാണിത്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവിടെ പല ആളുകളും ഉണ്ട് കേട്ടോ. ഇതാരാണ്? ആമി. അപ്പോൾ സ്കേറ്റിങ്ങിലാണേ മക്കളൊക്കെ. അപ്പോൾ എന്താ അല്ലേ, സ്കേറ്റിങ്ങിലല്ലേ? ഒന്ന് പോയി കാണിച്ചു കൊടുത്താ. പിന്നെ വേറെന്താണ്, പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇടല്ലേ, മോണിറ്റൈസേഷൻ ആയോ, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നല്ലോ, അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതിനോ എന്താണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കിട്ടോ. അപ്പോൾ സത്യത്തിൽ കിട്ടിയോ, വരുമാനം കിട്ടിയോ, മോണിറ്റൈസേഷൻ ആയോ? ആയില്ല. സംഭവത്തിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടുമായിരിക്കും, അപ്പോൾ കിട്ടും. അതാണ്. വരി പൊന്നുവേടെ, ഇതിലെ വരി. ഇതാണ് വൈകുന്നേരം ആയാലും ഇവിടുത്തെ അവസ്ഥ. മുറ്റത്തെ മൂന്നെണ്ണം കൂടി ഉണ്ട് ഇനി ഇതിൽ വരാൻ വേണ്ടിയിട്ട്. അവരെങ്ങോട്ടോ പോയതാണ്. പല ടൈപ്പും ഉണ്ട്. അല്ല, സ്കൂളിലൊക്കെ ഉണ്ടാവും കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പോവേണ്ട, ജാഥക്ക് അങ്ങനെയൊക്കെ പോവേണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം പോക്കിലായിരുന്നു, ഇങ്ങനെ ജാഥൻ്റെ ഒപ്പം പോക്കായിരുന്നു. ഇതാ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുക കേട്ടോ. ഊഞ്ഞാലാടുമ്പോൾ ഒരു സുഖം. ഞാൻ നല്ല സ്പീഡിലാടും, എനിക്ക് തലവേദന എടുത്തിട്ടില്ല. അപ്പം ഞാൻ മെല്ലെ ഇങ്ങനെയൊക്കെ ആടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നൊക്കെ അല്ലാതെ നല്ല ഉറക്കനാടുന്നില്ല കേട്ടോ, അല്ല സ്പീഡിൽ. അപ്പോൾ ഇതാ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു കേട്ടോ. അവിടെ ഒരാൾ ഇല്ല, നമ്മളെ കണ്ണ് തെറ്റിയുള്ള അവസ്ഥയാണിത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. യായു ഇങ്ങോട്ട് വാ, വീട് പോകും. അതാണ് അവസ്ഥ. ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. താഴേക്ക് പോലെ വാ. ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് സ്ഥിതി. മേലേക്ക് നോക്കിയാലോ ഈ മരം ഫുള്ള് ഇങ്ങോട്ട് ചാഞ്ഞ് പോകുന്നതാണ്. പലതരം കൃഷികൾ, തൈകൾ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ ഇവിടെ. അവിടെ താഴേക്ക് നോക്കിയാലൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് അവസ്ഥ. മൊത്തം ചെടികളും. എന്താ ഈ താഴെ ഭാഗത്തേക്ക് നോക്കിയാലോ അതും തന്നെ. ഇതിൽ കാണുന്നുണ്ടോ? ഒക്കെ പച്ച അതിനെ കൊണ്ട് വല്ലാതൊന്നും കാണൂല ഗൈസ്. അങ്ങനെ മോ താഴത്തേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഓനൊന്ന് പിടിക്കട്ടെ പോയി. എങ്ങോട്ടാ പോയെന്നല്ല തിരിയില്ല. വിളിച്ചാൽ മിണ്ടൂല, അതാണ് കേട്ടോ എൻ്റെ പ്രശ്നം. വിളി കേൾക്കൂല, അങ്ങനെ നോക്കിക്കും. പിന്നെ അത് ഈ ചിക്കുമ്പലൊക്കെ ആദ്യമൊക്കെ നല്ല കായുണ്ട്, ഇപ്പോഴും നല്ല കായൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറിക്കാൻ നേരം ചെല്ലുമ്പോൾ ഒറ്റൊന്നും ഉണ്ടാവില്ല, ആ കാവലുണ്ടാവും കേട്ടോ. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ പിന്നെ വല്ല നമുക്ക് ശ്രദ്ധിക്കലൊന്നുമില്ല. പിന്നെ അങ്ങനെ പോണ്. വൈകുന്നേരങ്ങളെ വീട്ടിലൊക്കെ എന്താ വൈകുന്നേരത്തെ അവസ്ഥ? മക്കളൊക്കെ കളിക്കാൻ പോയതൊക്കെ ആയിരിക്കൂലേ? മക്കളൊക്കെ ഉള്ള വീട്ടിലുള്ള അവസ്ഥ അങ്ങനെയാണല്ലോ അല്ലേ? അവിടെ മക്കളൊന്നും ഒക്കെ പുറത്തേക്ക് കളിക്കാൻ പോയ പിന്നെ ഇവിടെ സൈലൻറ്റ് ഏരിയ കേട്ടോ. അല്ലെങ്കിൽ നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ മക്കൾ സ്കേട്ടിങ് ആയിട്ട് റോട്ടുമൊക്കെ ഇറങ്ങിയാണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അവന് മോൻ അവിടെ ഉണ്ട്. യായു വിളിയേക്കൂല. അപ്പോൾ ഇവിടുന്ന് ഒരു പൊട്ടിയ ചെരുപ്പുമായിട്ട് വരികയാണ് ഗൈസ്. പൊട്ടിയ ചെരുപ്പ്, ആ ചെരുപ്പും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വല്ല താഴേക്ക് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അതാണ് അവൻ്റെ അവസ്ഥ. മഴ ആയ വല്ല മക്കൾ സ്കേട്ടിങ്ങിന് വല്ല പുറത്തിറങ്ങിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ കഴിയില്ലല്ലോ, നല്ല വഴുതും ഈ കട്ടൊക്കെ നല്ലോണം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ മഴ ഇല്ലല്ലോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞിൻ്റെ സീസൺ, മഞ്ഞായല്ലോ അല്ലേ? രാവിലെയൊക്കെ നല്ല മഞ്ഞാണ്. നല്ലൊരു അന്തരീക്ഷമാണ്. അതേപോലെ ഇപ്പോൾ മഴ ഇല്ലല്ലോ. പിന്നെ ഈ വൈകുന്നേര സമയത്ത്, അല്ലെങ്കിൽ വൈകുന്നേരമായി നല്ല മഴ ആയാൽ പിന്നെ നോക്കണം, മഴയോട് മഴ ചെയ്താലും കുറ്റം, മഴ ചെയ്തില്ലെങ്കിലും കുറ്റം. അതാണ് അവസ്ഥ. പിന്നെ അവൻ വെള്ളം കുപ്പി തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുക കേട്ടോ. എന്തൊക്കെയോ പിരിപിരിന്ന് പറയുന്നുണ്ട്. വെള്ളം കുപ്പി തുറന്ന് കൊടുത്തതിനോട്